ഹല്ലേലൂയ. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് വിഷ്ണു. ഞാൻ കോതമംഗലത്തു നിന്ന് വരുന്നു. ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം, ഞാൻ ഇന്ത്യൻ ആർമിയിൽ 14 വർഷമായി ജോലി ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ എനിക്ക് അതിലൊരു നല്ല പോസ്റ്റിലേക്ക് കയറി നന്നോളം ജോലി ചെയ്യണം, അങ്ങനെയൊക്കെ ഒത്തിരി സ്വപ്നത്തോടു കൂടിയാണ് ഞാൻ ആർമിയിൽ കയറിയത്. പക്ഷെ എനിക്ക് ആ പോസ്റ്റ് അത്രയും നാളായിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. പിന്നെ ഒരു സർവീസ് ചെയ്യാനും എനിക്ക് ഒന്നുമില്ലാത്തൊരു അവസ്ഥയായിരുന്നു. എനിക്ക് സാലറിയിലാണെങ്കിലും എനിക്കൊരു ഉയർച്ച ഉണ്ടായില്ല അത് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൊക്കെ നാട്ടിലിങ്ങനെ നടക്കുമ്പോഴാണ്, അപ്പോൾ ഇഷ്ടംപോലെ കടങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നാട്ടിൽ നടക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഞാൻ പരിചയപ്പെടണേ. അപ്പോൾ ആ സുഹൃത്ത് എന്നോട് ചോദിച്ചു, എനിക്ക് ഒരു എക്സാമുണ്ട്, എനിക്കൊരു പള്ളിയിലൊന്ന് പോകണമായിരുന്നു, അത് ആലപ്പുഴയുള്ളൊരു പള്ളിയാണ്, അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് വരാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അത്രയും നാൾ ഞാൻ അമ്പലത്തിലൊന്നും പോകണില്ല. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് ഞാൻ അമ്പലത്തിലും പോകണില്ല, പ്രാർത്ഥിക്കൊന്നും വേണ്ട, അങ്ങനെ ചിന്താഗതി നടക്കുമായിരുന്നു. അപ്പോൾ ഈ സുഹൃത്തിനെ എനിക്കെന്തോ നല്ലോണം എനിക്കങ്ങ് ഇഷ്ടമായി. നല്ലൊരു സഹകരണമായിരുന്നു ഈ സുഹൃത്തായിട്ട്. അദ്ദേഹം ആ സുഹൃത്ത് കൂടെ ഇല്ല, അതുകൊണ്ട് ഞാൻ പേര് വെളിപ്പെടുത്തണം, പിന്നെ ഒരു ദിവസം ഞാൻ സാക്ഷ്യം പറയും. അപ്പോൾ അങ്ങനെ ആ സുഹൃത്തിൻ്റെ കൂടെ ഞാനിവിടെ പള്ളിയിൽ വന്ന് ഞാനിവിടെ മുട്ടുകുത്തി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ മൈക്കെടുത്ത് ഇവിടെ പല സാക്ഷ്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അന്നേരം എന്താണെന്നൊന്നും മനസ്സിലായി. കൃപാസനം എന്നുള്ള ബോർഡ് പോലും ഞാൻ വായിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ഞാനിവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ച വണ്ടിയെടുത്ത് ഞങ്ങൾ രണ്ടുപേരും പോയി. തിരിച്ച് ഞാൻ ലീവ് കഴിഞ്ഞ് യൂണിറ്റിലോട്ട് പോയി. യൂണിറ്റിൽ ചെന്ന് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ എനിക്ക് വാട്സപ്പ് ത്രൂ എനിക്ക് ഇട്ട് തരുവാണ്. ഈ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്കങ്ങ് വല്ലാത്ത സങ്കടമായി. എനിക്കിപ്പോൾ എത്രയും പെട്ടെന്ന് മാതാവിൻ്റെ അടുത്ത് വന്നെന്നും ഉടമ്പടി എടുക്കണം എന്നൊക്കെ എനിക്ക് വലുതായൊരു ആഗ്രഹം എനിക്ക് തോന്നി. അപ്പോൾ ലീവ് കഴിഞ്ഞ് പോയാൽ നമുക്കൊരു ഇത്ര മാസങ്ങൾ കഴിയാണ്ട് നമുക്ക് ലീവ് തരത്തില്ല വീണ്ടും. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നൊരു നോയമ്പെടുത്തു. ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നവരെ ഞാൻ ഇറച്ചി മീനും കഴിക്കില്ല. അതുപോലെ തന്നെ ഞാൻ നാട്ടിൽ വന്നാൽ എനിക്ക് പെട്ടെന്ന് ലീവ് മേടിച്ചു കഴിഞ്ഞ് ഞാൻ മാതാവിനെ കോതമംഗലത്ത്, അതായത് 80 കിലോമീറ്ററിന് മേളിൽ ദൂരമുണ്ട്, ഞാൻ കോതമംഗലത്ത് നിന്ന് മാതാവിനെ നടന്ന് വന്ന് ഞാൻ ഉടമ്പടി എടുക്കും. അപ്പോൾ മാതാവ് എനിക്ക് അതിനായിട്ട് ലീവ് എനിക്ക് മേടിച്ചു തന്നെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഒരു മാസം ആയില്ല, അതിനു മുമ്പ് എനിക്ക് അടുത്ത മാസത്തേക്ക് ലീവ് സാങ്ഷൻ ആവുകയാണ്. അങ്ങനെ ഞാൻ അപ്പോൾ വഴിയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ടിക്കറ്റ് എടുക്കുമ്പോൾ കാശ്മീരിലാണ് ഞാൻ അന്നേരം. കാശ്മീരിൽ അപ്പോൾ വരുമ്പോൾ ഫ്ലൈറ്റ് ത്രൂ വേണം നമുക്ക് വരാൻ. അപ്പോൾ അന്ന് ഈ മന്തിൻ്റെ ആയതുകൊണ്ട് പൈസയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് വഴി, അപ്പോൾ അതെല്ലാം മാതാവ് വഴി ഒരുക്കി തരുവാണ്. പൈസ തന്നു, ടിക്കറ്റ് എടുപ്പിച്ച് തന്നു. ഞാനിവിടെ വന്നു. ഞാൻ എൻ്റെ കോതമംഗലത്തു നിന്ന് നടക്കുവാണ്. കോതമംഗലത്ത് നിന്ന് നടക്കുമ്പോൾ വെച്ചാൽ നല്ല ദൂരമുണ്ട്. അപ്പോൾ ഞാൻ ആർമിയിലൊക്കെ പല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ എനിക്ക് കാലിനൊക്കെ വേദന എടുത്ത് തുടങ്ങി. പക്ഷേ ഞാൻ ഈ പ്രത്യക്ഷ പ്രാർത്ഥനയും അതുപോലെ സർവശക്തനായ പിതാവ് വിശ്വാസ പ്രമാണവും സർവസ്വനായ പിതാവ് ഇതെല്ലാം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചാണ് നടക്കണേ. അത് നടന്ന് എനിക്ക് രാത്രിയൊക്കെ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. നടക്കുമ്പോൾ വരെ എനിക്ക് ഉറങ്ങിപ്പോണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഉറങ്ങിപ്പോയാലും ഞാൻ ഇടയ്ക്ക് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ വലിയൊരു കുഴിയുടെ മുന്നേ എന്നെ ആരോ പിടിച്ചു നിർത്തിയാലൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി, അമ്മ എന്നെ ഇവിടെ കൊണ്ടുവരുന്ന അമ്മയാണ്, മാതാവാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് വീണ്ടും ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയി. ഞാൻ എല്ലാ കാര്യങ്ങളും പാലിക്കേണ്ടത് കൃത്യമായിട്ട് എല്ലാം പാലിച്ചാണ് ഞാൻ ഉടമ്പടിയിലൂടെ നടന്നത്. എനിക്ക് രാവിലെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എത്രയും ചെയ്യും. അപ്പോൾ എത്ര ദിവസം പ്രാർത്ഥനയൊന്നും ഇല്ലാണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ബൈബിൾ വായന, പ്രാർത്ഥന, ഇതിലേക്ക് എല്ലാം ഇൻവോൾവ് ആവുകയാണ്. അതൊക്കെ മാതാവിൻ്റെയും കർത്താവിൻ്റെയും ഇടപെടലാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഞാനെൻ്റെ ലീവ് കഴിഞ്ഞു തിരിച്ചു പോയി. എന്നിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല. ഇപ്പോൾ എൻ്റെ കടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നടന്നിട്ടില്ല. വേറെ എങ്ങോട്ടേലും ജോലിക്ക് വെക്കണോ, വേറെ പോസ്റ്റിംഗ് കിട്ടുമോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് വിദേശത്തൊരു ജോലിക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് സാധ്യമല്ല. പട്ടാളത്തിൽ കയറി ആ ഒരു പീരീഡ് കഴിയാണ്ട് അവർ ഇറക്കി വിടത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ നിയോഗത്തിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വിദേശത്തൊരു ജോലി ശരിയാക്കി തരണം. ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ നാട്ടിൽ വരുമ്പോഴാണെങ്കിലും ഞാൻ പത്രം കൊടുക്കാനൊക്കെ ആയിട്ട് പോവും. അതുപോലെ ഇവിടെ വീണ്ടും വന്ന് അടുത്ത ലീവിന് വന്നപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് വന്നത്. അപ്പോൾ ഞാൻ മാതാവ് ഈ പ്രാവശ്യം എൻ്റെ കൂടെ വരണം, എന്തായാലും എൻ്റെ കൂടെ വന്നെന്ന് പറഞ്ഞ് ഇപ്പോൾ എനിക്ക് പത്രം കൊടുക്കാൻ പറ്റാറില്ല ആർമിയിലായതുകൊണ്ട്. ഞാനന്ന് ബാഗ് നിറച്ച് ഞങ്ങളുടെ ഒരു ബാഗുണ്ട്, അത് ബാഗ് നിറച്ച് ഞാൻ പത്രം ഒരു 100-150 പത്രം ഉണ്ടായിരുന്നു. ആ പത്രം മേടിച്ച് ഞാൻ നടന്നു. കോതമംഗലം വരെ തിരിച്ച് നടന്നു ഞാൻ. അത് മാതാവിൻ്റെ കാര്യത്തിൽ ഇടപെടണം.
അപ്പോൾ എനിക്കപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാൻ അതേ ഉള്ളൂ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളിലൂടെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഞാനിങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ പത്രം കൊടുത്ത് ഞാൻ കോതമംഗലം വരെ പത്രം കൊടുത്ത് നടന്നു. അതുപോലെ തന്നെ ഞാൻ അവിടെ ചെന്ന് എൻ്റെ ബാക്കി ചെയ്യാൻ പറ്റാണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ നോക്കുവാണ് ലീവിൽ. ഞാൻ ചെയ്തു. എനിക്ക് മറ്റേ ഓർഫണേജിലും ഒക്കെ പോയി ഞാൻ അപ്പച്ചന്മാരെ കുളിപ്പിക്കാനും അങ്ങനെ അവർക്ക് ഷേവ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് അവിടെ ഞാൻ അടുത്ത് ഓർഫണേജിലൊക്കെ പോകാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ സിസ്റ്റേഴ്സ് തന്നെ ചോദിക്കും, നീ 20 ദിവസത്തെ ലീവിനൊക്കെ വന്നിട്ട് എന്തിനാണ് ഇവിടെ വന്നെ, നീ ചെയ്യണത് വലിയ കാര്യങ്ങളല്ലേ. പക്ഷേ എനിക്കത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം. എനിക്ക് മാതാവിനും ഈശോയ്ക്കും വേണ്ടി എന്നാ അത് ചെയ്യാൻ പറ്റുന്നത്. അത് ആ ലീവിൽ എനിക്ക് തുച്ഛമായ സമയമുള്ളൂ. ആ സമയത്ത് ഞാനത് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര പണ്ട് മുതലേ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ലീവിന് പോയി. ആ ലീവിന് പോയി എനിക്ക് VRS വേണമെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യുവാണ്. ഇപ്പോൾ VRS വേണമെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്താൽ അത് റിട്ടയർമെൻറ്റ്, വോളണ്ടിയർ റിട്ടയർമെൻ്റ് ആണ്. അത് വേണമെന്ന് പറഞ്ഞ് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇരിക്കുന്ന ഓഫീസേഴ്സ് ഒന്നും സമ്മതിക്കണില്ല. അപ്പോൾ ഞാനെന്നിട്ട് ഇങ്ങനെ കുറേ നേരം മാതാവിനോട് പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഞങ്ങളുടെ ഇൻചാർജ് ഇരുന്ന കേണൽ പുള്ളി സ്ഥലം മാറി പോവുകയാണ്. അതുപോലെ തന്നെ ഇൻചാർജായിട്ട് വന്നൊരു ഓഫീസർ വേറെ നല്ലൊരു ഓഫീസറായിരുന്നു വന്നത്. പിന്നെ എൻ്റെ ഒരു കമാൻഡർ എന്ന് പറഞ്ഞൊരു ഇൻചാർജ് ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം മാറി. എനിക്ക് പേഴ്സണലായിട്ട് നല്ല പരിചയമുള്ള ഒരാളാണ് വന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ആ വചനമാണ് ഓർമ്മ. ഏശയ്യ 45:3-2 വചനമാണ് എനിക്ക് ഓർമ്മ. വചനത്തിൽ പറയണ പോലെയാണ്, ഞാൻ നിനക്ക് മുമ്പ് പോയി മലകൾ നിരപ്പാക്കും, പിച്ചളവാതിലുകൾ തകർക്കപ്പെടും എന്നൊക്കെ, ഇരുമ്പ് ഉടമ്പൽ ഓടിച്ചു കളയുന്നുള്ള വചനമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ശക്തമായിട്ട് ഇടപെടുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, ഞാൻ ഇനി VRS എടുത്ത് എൻ്റെ കാര്യങ്ങൾ ചെയ്താൽ ഞാൻ എങ്ങോട്ട് പോകണം, ഞാൻ ഏത് രാജ്യത്തോട്ട് പോകണമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനിപ്പോൾ കുറച്ച് രാജ്യങ്ങളിങ്ങനെ നോക്കി, ജോലി സാധ്യതകളൊക്കെ ഉള്ള രാജ്യങ്ങളൊക്കെ നോക്കി ഞാനിങ്ങനെ മാതാവിനെ വച്ച് പ്രാർത്ഥിച്ചു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒരു പേരെടുത്ത് ഞാൻ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ മാതാവ് പറഞ്ഞു ജർമ്മനിയാണ് എനിക്ക് കാണിച്ചു തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനെങ്ങനെ ജർമ്മനിക്ക് പോകാനാണ്, ജർമ്മനിയിൽ പോകണമെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കണം, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഇതായി. ഇപ്പം മാതാവ് പറഞ്ഞതാണ്, അപ്പോൾ നടക്കാണ്ടിരിക്കില്ല, മാതാവിൻ്റെ വാക്കല്ലേ, മാതാവ് പറഞ്ഞാണല്ലോ. അപ്പോൾ നമുക്കതിൽ തന്നെ നിൽക്കാൻ ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഏജൻസി നടത്തണേ. അപ്പോൾ അവൻ പറഞ്ഞു, അവനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ജർമ്മനിക്ക് വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവനും എന്നോട് പറയണേ ജർമ്മനിക്ക് വയ്ക്കാം, ജർമ്മനിക്ക് പല സ്കോപ്പുകളുണ്ട്, അപ്പോൾ അങ്ങനെ വിസ കിട്ടാൻ എളുപ്പമായി ഇപ്പോൾ എന്ന് പറഞ്ഞ് അവൻ ജർമ്മനിക്ക് വെച്ചു. ഞാനങ്ങനെ ജർമ്മനിക്ക് വിസ ചെയ്തു. എൻ്റെ VFSലേക്ക് പോയി, ബാംഗ്ലൂർ പോയി വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യാൻ എനിക്ക് ഡേറ്റ് എടുക്കണമായിരുന്നു ആദ്യമേ. അപ്പോൾ ഡേറ്റ് എന്ത് ചെയ്താൽ കിട്ടുന്നില്ലായിരുന്നു. ഡേറ്റ് കിട്ടില്ലാണ്ടായപ്പോൾ അവനും വിഷമമായി. ഇപ്പോൾ ഈ ജർമ്മനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല, യുദ്ധമൊക്കെയാണ്, ഡേറ്റ് കിട്ടുന്നില്ല, എന്ത് ചെയ്യുന്ന. അപ്പോൾ അവനും വിഷമം, എന്നോട് പറഞ്ഞു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് പ്രാർത്ഥിച്ച്, ഞാനിവിടെ വന്ന് മുട്ടുകുത്തി മാതാവിൻ്റെ ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഫോണ് എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലായിരുന്നു. എൻ്റെ ഫോണിലേക്ക് ബെല്ലടിക്കുന്നുണ്ട്, അവൻ്റെ കോളായിരുന്നു. അതായത് ജർമ്മനിക്കുള്ള ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, ഡേറ്റ് എടുക്കണം എന്ന് പറഞ്ഞ് കോൾ വന്നതാണ്. ഞാൻ തിരിച്ച് ഇറങ്ങി ഡേറ്റ് ചോദിച്ചു, എന്നാ ഡേറ്റ് എടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 8-ാം തീയതി, ഏപ്രിൽ 8-ാം തീയതി ഉള്ളൂ. അപ്പോൾ 8-7 ഭയങ്കര പ്രാധാന്യമുള്ള ഡേറ്റാണ്. അപ്പോൾ മാതാവിൻ്റെ ഒരു ബർത്ത്ഡേ ആണെന്ന് 8-ാം തീയതി, ആ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ 8-ാം തീയതി ഇപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നെ ഒരു ഡേറ്റാണ്. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പോയി, VFSയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ശക്തമായിട്ട് ഈ ഇതുണ്ട്, പല ദേഷ്യവും അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിശാച് കയറി കളിക്കണ്ടേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീട്ടിൽ അമ്മയെ വിളിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കണം, എനിക്ക് നല്ല ദേഷ്യമൊക്കെ ഉണ്ട്, എന്നെ VFSയിലൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ശരിക്കും കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ അവിടെ ഉള്ള പള്ളി കയറി കുർബാനയെ കൂടിയിട്ടാണ് ഞാൻ VFSയിൽ പോയി VFSന് വെച്ചത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് VFS അപ്ലൈ ചെയ്തത്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ അന്ന് ദിവസം രാത്രി ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പകൽ കിടന്നുറങ്ങിയപ്പോൾ ഞാനൊരു സ്വപ്നം കാണുവാണ്. ഞാൻ അവിടെ കോതമംഗലത്ത് കുർബാന വിടാനൊക്കെ ആയിട്ട് പോകാറുന്ന പള്ളിയിൽ യേശുക്രിസ്തു ഇങ്ങനെ, അതായത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേക്കണ ആ ഫോട്ടോയാണ് എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തീഗോളം പോലെ ഇങ്ങനെ ചുറ്റിയിട്ട് അതിൻ്റെ അകത്ത് യേശുക്രിസ്തു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്തേക്കടെ ആ പള്ളിയുടെ സൈഡിലാണ് നിൽക്കണേ. പള്ളിയുടെ സൈഡിൽ നിൽക്കുമ്പോൾ ജോസഫ് അച്ഛൻ അതിലെ നടന്നു വന്നു. ജോസഫ് അച്ഛൻ്റെ അടുത്ത് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അച്ഛാ ഞാനിങ്ങനെ വിശക്ക് വെച്ചേക്കാണ്. അപ്പോൾ അച്ഛൻ നീ ജർമ്മനിക്ക് പോകണോ അങ്ങനെയൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിക്കണൊക്കെ ഉണ്ട്.
അപ്പം എനിക്ക് എന്നാന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ VFSൽ ഇത് വെച്ചു. എന്ത് ചെയ്തിട്ട് എൻ്റെ കുറച്ച് പ്രോബ്ലം വന്നു ഇതിൻ്റെ ഇടയ്ക്ക്. എൻ്റെ ഒരു ഡേറ്റിൻ്റെ സംബന്ധമായ ഡേറ്റ് എടുക്കാനായിട്ടും എൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം വന്നായിരുന്നു. അതപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞാൽ മെയ് 5-ാം തീയതിക്കുള്ളിലാണ് നടക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മെയ് 7-ാം തീയതി ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്ന് കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ പറയാറുണ്ട് എപ്പോഴും സാക്ഷ്യം പറയാത്തവർ ഉടമ്പടിയിൽ നേരെയല്ല, അവരുടെ ഉടമ്പടി ശരിയല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എനിക്കത് ശരിക്കും ചങ്കി കുത്താറുണ്ട് അച്ഛൻ പറയണത്. അച്ഛൻ എൻ്റെ ഉടമ്പടി ഞാൻ അത്രയും തെറ്റിച്ചിട്ടാണല്ലോ മാതാവ് ഇടപെടാത്തത്. അപ്പോൾ അപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറയും ഞാൻ ഇപ്പോൾ കള്ളനാണോ, ഉടമ്പടി കള്ളത്തരം കാണിച്ചുകൊണ്ടാണോ, എനിക്ക് പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, മാറ്റാനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട്. ഞാൻ എപ്പോഴും മനസ്താപ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും. ഇപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ അന്ന് മനസ്താപ പ്രാർത്ഥനയിലും അത് ഞാൻ മനസ്താപ പ്രാർത്ഥന തന്നെ എനിക്ക് കാണാപ്പാടായി ചൊല്ലി. അത് കഴിഞ്ഞ് ഞാനങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ബാംഗ്ലൂർക്ക് പോകാമെന്ന്. അപ്പോൾ ബാംഗ്ലൂർ ഒരു ജോലിക്ക് ശരിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുവരെ വിസ വരുന്നവരെ ജോലിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് പോകാമെന്ന് ചോദിച്ചു. അങ്ങനെ ബാംഗ്ലൂർക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിൽ തോന്നിയത് നമ്മൾ പ്രേക്ഷിതവേല കുറേ ആയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ചു മാതാവിൻ്റെ അടുത്ത് കുറച്ചൊന്ന് ശുശ്രൂഷകൾക്കായിട്ട് വന്ന് നിൽക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്തേക്ക് ഒരു 5 ദിവസം എങ്ങനെയും നിന്നിട്ട് പിന്നെ ബാംഗ്ലൂർക്ക് പോകാമെന്ന് ചോദിച്ചിരിക്കുകയാണ്. ഞാൻ 5 ദിവസത്തേക്ക് വന്നാൽ ഞാൻ ഇന്നുവരെ ഇപ്പോഴും ഞാൻ ഇവിടെയാണ് നിൽക്കണേ. എനിക്ക് എൻ്റെ മാതാവ് വീട്ടില്ല. ഞാനിവിടെ വന്ന് കുറേ ധ്യാനവും ഇവിടെ ശുശ്രൂഷകൾക്കൊക്കെ പത്രം മടക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൂടാൻ പറ്റി. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മനസ്സിലാവും. ഞാൻ ഭയങ്കര വിഷമിച്ചൊക്കെ ആയിരുന്നു വന്നേ. പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മാതാവ് നമ്മളെ ക്രമീകരിക്കുകയാണ് ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഇവിടെ വന്ന് ദേഷ്യപ്പെടാനോ അങ്ങനെ ഒന്നും തോന്നിയില്ല. എനിക്ക് ഭയങ്കര ഒരു മാറ്റം. ശരിക്കും ഇവിടെ രാവിലെ വൈകിട്ട് കുർബാനയുണ്ട്, കുർബാന ഇടാം, കൊന്തയെല്ലാം. അതുപോലെ ഇവിടെ വന്നാണ് ഞാൻ തന്നെ 1000 മണി ജപമാലയൊക്കെ ചൊല്ലിയത്. ഞാനും എൻ്റെ ഒരു ഇവിടെ തന്നെ മാതാവ് എനിക്ക് വേറൊരു സുഹൃത്തിനെ തന്നു. അത് മാതാവിൻ്റെ ഒരു ഇടപെടലാണ്. അപ്പോൾ ഞാൻ പോകാമെന്ന് വെച്ചാൽ അവൻ പറയടാ നിൽക്ക് എന്ന് പറയും. അപ്പോൾ അത് മാതാവ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തണതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ ഒരു ദിവസം ധ്യാനത്തിൽ പറയുന്നുണ്ട്. അച്ഛനൊരു വചനം പറയുന്നുണ്ട്. അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം മർക്കോസ് 16:20 പറയുന്നുണ്ട്. അതായത് കർത്താവിൻ്റെ ഇടപെടലും കർത്താവ് നമ്മളോട് സഹകരിക്കുകയും വചനവും സാക്ഷ്യവും നൽകി നമ്മുടെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളൊരു വചനമാണ്. അപ്പം ഞാൻ അങ്ങനെ കർത്താവിനോട് സംസാരിച്ചു. എനിക്കും കർത്താവിനെ മറ്റുള്ളവർക്ക് പകുത്തു നൽകുകയും ചെയ്യണം. അതുപോലെ തന്നെ എനിക്കും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യണം. അപ്പോൾ കർത്താവിൻ്റെ സഹകരണം വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 2 ദിവസം പ്രാർത്ഥിച്ച് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വചനം കിട്ടുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 14:3. അതിൻ്റെ അകത്തും കർത്താവ് പറയണ ഇതാണ്, ഞാൻ അവരോടുകൂടെ സഹകരിക്കുകയും അവർക്ക് അനുഗ്രഹവും നൽകുകയും അടയാളങ്ങൾ നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞൊരു വചനമാണ്. ആ പ്രാർത്ഥന ചൊല്ലി ഞാൻ താഴെ ഇറങ്ങി വന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിത്യാരാധന ചാപ്പലിരുന്നാണ് ഞാൻ കൊന്തവല്ലി ഇവിടെ വന്ന് താഴെ വന്ന് ഇറങ്ങുമ്പോൾ ജോസഫ് അച്ഛൻ അവിടെ ചിരിച്ചുകൊണ്ട് കൊന്തയൊക്കെ പിടിച്ച് നിൽക്കുവാണ്. ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് ബ്ലെസ്സിങ് മേടിച്ചു. അച്ഛന് കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ തലവെച്ചൊരു ബ്ലെസ്സിങ് മേടിച്ചു. അത് അപ്പോൾ ബൈബിളെടുത്ത് മെസ്സേജ് എടുത്തപ്പോൾ കറക്റ്റ് കർത്താവ് പറയണത് ഞാൻ ചോദിച്ച കാര്യം തന്നെയാണ്. ശരിക്കും കർത്താവ് എഴുതി തന്ന് വായിപ്പിച്ച പോലെ ആയിപ്പോയി എനിക്കത്. എനിക്ക് അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അച്ഛൻ്റെ അടുത്തൊന്ന് അനുഗ്രഹണം കിട്ടിയപ്പോൾ പറയണ്ട, വല്ലാത്തൊരു സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് റൂമിൽ പോയി വൈകുന്നേരത്തെ പ്രാർത്ഥന ചൊല്ലുവാണ്. വൈകുന്നേരത്തെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ഒരു കരിനീല കളർ ഒരു ഇതുപോലെ തോന്നി. അപ്പോൾ ഞാനതിൽ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഒരു കുരിശ്. ആ കുരിശ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു പ്രകാശമായിട്ട് മാറി, ഒരു നീല പ്രകാശം. ആ നീല പ്രകാശം അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ഭിത്തിയിൽ കാണാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് മാതാവാണല്ലോ. അപ്പോൾ മാതാവിൻ്റെ ഇവിടെയുള്ള ഫോട്ടോയിലുള്ള മാതാവ് പോലെ നീല കളറിലുള്ള മാതാവ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവാണല്ലോ ഇത് എന്ന് വിചാരിച്ച് ഞാൻ അന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ കണ്ണ് ചിമ്മുമ്പോൾ അതങ്ങ് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അപ്പോൾ അങ്ങനെ തോന്നിയായിരിക്കും ഇനി മാതാവിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ടാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഞാൻ പിറ്റേ ദിവസവും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അതുപോലെ നല്ലോണം വിശ്വസിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ പിന്നെയും ആ നീല കളറിലെ കോളം വന്ന് പിന്നെ നോക്കുമ്പോൾ യേശുവിൻ്റെ രൂപമാണ്. അപ്പോൾ അതിൻ്റെ തോന്നുമ്പോൾ നീല കളറിലെ യേശുവാണ്. അപ്പോൾ നീല കളറിലെ മാതാവിനെയും നീല കളറിലെ യേശുവിനെയും ഞാൻ കാണുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഫോട്ടോയിലേക്ക് വിട്ട് ഞാൻ ഇത് യേശു ആണോ യേശുവിൻ്റെ ഇതാണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ രൂപം ഇങ്ങനെ എൻ്റെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത്.
അപ്പോൾ ഞാൻ ആ ഫോട്ടോയിലേക്ക് യേശുവിൻ്റെ രൂപം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി അതിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇതിലേക്ക് ആ പേപ്പറിലേക്ക് ഇറങ്ങി ചെല്ലുവാണ്. ആ ഫോട്ടോയിൽ കാണുന്ന കുരിശിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇത് എനിക്ക് ഇന്ന് വരെ എനിക്കത് കാണാൻ പറ്റും. ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും എനിക്ക് യേശുവിൻ്റെ ആ സാന്നിധ്യം കാണുന്നുണ്ട്. ആ യേശുവിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടമ്പടി പുതുക്കാകുമ്പോൾ നമുക്കൊരു ടോക്കൺ കിട്ടുമ്പോൾ 2 സൈഡിലൊരു യേശുവിൻ്റെയും മാതാവിൻ്റെയും നീല കളറുള്ള യേശുവിൻ്റെയും നീല കളറുള്ള മാതാവ് ഇരിപ്പുണ്ട്. ഞാനത് എവിടെ ഇത് ഏത് യേശുവാണെന്ന് അന്വേഷിച്ച് ഒരു ദിവസം ഇങ്ങനെ പത്രം മടക്കാനായിട്ട് ചെന്നിരുന്നപ്പോൾ അവിടെ ടോക്കൺ കിടക്കണുണ്ട്. അപ്പോൾ ഞാൻ കണ്ട യേശു മാതാവ് ഈ ഇരിക്കണു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര യേശുവിൻ്റെ ഇടപെടൽ നേരിട്ട് അപ്പോൾ അച്ഛൻ പറയാറുണ്ട്, ഉടമ്പടി ശരിയായിട്ട് വന്ന ഉടമ്പടി ഉടനടി പരിഹാരമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി ഇവിടെ വന്ന് കറക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ വന്നു. മാതാവ് പിന്നെ അങ്ങ് ഏറ്റെടുത്തെല്ലാം അങ്ങ് ചെയ്തു തരുവാണ് ചെയ്തത്. എനിക്ക് പിന്നെ എന്നാ പറയണേ, മാതാവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നാണ് അപ്പോൾ ഞാൻ കർത്താവിനോട് വേറൊരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നും അച്ഛൻ പറയാറുണ്ട്, ഉടമ്പടി സാക്ഷ്യം പറയാത്തവരെ ഞാൻ അംഗീകരിക്കില്ലാന്ന്. അപ്പോൾ എൻ്റെ പുതുക്കൽ ഞാൻ 6 പുതുക്കിയിട്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് 7ാമത്തെ പുതുക്കലിന് മുമ്പ് എനിക്ക് സാക്ഷ്യം പറഞ്ഞിരിക്കണം. ഞാനതിന് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാലും എനിക്ക് 7ാമത്തെ പുതുക്കലിന് മുമ്പ് സാക്ഷ്യം പറയണം. അതിൽ കർത്താവ് അനുഗ്രഹിക്കുകയാണെങ്കിൽ മെയ് 7-ാം തീയതി തന്നെ എന്നെ സാക്ഷ്യം പറയിക്കണം എന്ന് പറഞ്ഞു. ഇന്നും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഞാൻ കാര്യം ഇവിടെ ഉണ്ടായിരുന്നു രാവിലെ മുതൽ ഉണ്ടായിട്ടും ഞാൻ സാക്ഷ്യം പറയണത് ഇപ്പോഴാണ്. അത് കർത്താവ് ഇടപെടൽ എനിക്ക് കാണിച്ചു തരുവാണ്. കർത്താവായിട്ട് ചെയ്തു തന്നെ കർത്താവ് മാതാവ് എനിക്കത് ചെയ്തു തരുവാണ്. എനിക്ക് ഇന്ന് നീ അത് എന്നൊക്കെ പ്രശ്നം വന്നാലും നിനക്ക് പറഞ്ഞേക്കണ കാര്യം ഞാൻ ചെയ്തു തരും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാതാവിൻ്റെ യേശുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് സാധിക്കാത്ത എന്ത് കാര്യം എല്ലാം. എനിക്കിപ്പോൾ ഞാൻ പട്ടാളത്തിലാകുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് റിട്ടയർമെൻറ്റ് കിട്ടിയെന്ന്. റിട്ടയർമെൻറ്റിന് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ 1 കൊല്ലമായിട്ട് അവിടെ റിട്ടയർമെൻറ്റ് അപ്ലൈ ചെയ്തവൻ അവിടെ നിൽക്കുക. അവന് ഇതുവരെ കൊടുത്തിട്ടില്ല. ആ സമയത്താണ് എൻ്റെ ആപ്ലിക്കേഷൻ അവിടെ നിന്ന് സാങ്ഷനായി വരുന്നത്. അപ്പോൾ അത് മാതാവിൻ്റെ ആ സമയത്തിൻ്റെ ഇടപെടൽ, സമയച്ചുരുക്കത്തിൻ്റെ ഇടപെടലൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവ് ഇപ്പോൾ എന്ന് പ്രാർത്ഥിച്ചാലും എനിക്ക് ആ സാന്നിധ്യം കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ചോദിച്ച വാദനം അതുപോലെ തന്നെ എനിക്ക് കാണിച്ചു തന്നു. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണെങ്കിൽ ഞാൻ പത്രം കൊടുക്കാൻ പോകും. ഇപ്പോൾ ഞാനിവിടെ ആലപ്പുഴ പോകും. അപ്പോൾ ചിലർ പറയും ആലപ്പുഴയൊക്കെ ആരും പത്രം മേടിക്കില്ല, ഇവിടെ എല്ലാവർക്കും അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം പത്രം കൊടുക്കാൻ പോയതാണ്. ഞാൻ ഇതിൽ പോയപ്പോൾ ഇവിടെ ബോട്ട് കിടപ്പുണ്ട്. ബോട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറയണ്ട. അപ്പോൾ ഞാൻ ബോട്ടിലേക്ക് പോയി ചെറുപ്പക്കാർ പിള്ളേരുണ്ട്. അപ്പോൾ ഞാൻ ഒരു മേടിക്കില്ല വായിക്കില്ല എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. ഒരു ചേട്ടൻ എന്നെ ചൂണ്ടി വിളിച്ചു, ഒന്ന് വന്നേന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അത് കൃപാസനത്തിൻ്റെ പത്രം ആ ചേട്ടൻ വായിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ നീ വായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ചെന്ന് ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു. ചേട്ടൻ പറഞ്ഞു, എൻ്റെ മോള് ഇങ്ങനെ ആശുപത്രിയിലാണ്, അവൾക്ക് ഇങ്ങനെ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എന്തോ പ്രശ്നം പറ്റി ഇങ്ങനെ ആശുപത്രി പോയതാണ്. അപ്പോൾ ചേട്ടനിങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുക. ചേട്ടൻ്റെ ഫേസ് കണ്ടറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അപ്പോൾ കറക്റ്റായിട്ടല്ലേ മാതാവ് ചേട്ടനിവിടെ കൊണ്ടുവന്ന് കാണിച്ചു തന്നെ. ചേട്ടൻ ആലപ്പുഴ ഇരുന്നിട്ട് ചേട്ടൻ മാതാവിനെ അറിഞ്ഞില്ല. അപ്പോൾ മാതാവിനെ കറക്റ്റായിട്ടല്ലേ. അപ്പോൾ ചേട്ടൻ അറിയാം, പള്ളിയിലൊക്കെ വന്നിട്ടുള്ള ചേട്ടനാണ്. ചേട്ടൻ ഉടമ്പടി നിർത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം. ഇത്ര അടുത്തിരുന്നിട്ട് ഉടമ്പടി എടുത്തിട്ടില്ലല്ലോ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ ഈ ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചേട്ടൻ്റെ മോളുടെ ഫോൺ വരികയാണ് ഹോസ്പിറ്റലിൽ നിന്ന്. കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം ചേട്ടൻ കരഞ്ഞില്ല എന്നുള്ളൂ. ഭയങ്കര സന്തോഷമായി ചേട്ടന്, ഇവിടെ ആലപ്പുഴയുള്ള ചേട്ടനാണ്. അങ്ങനെയൊക്കെ എനിക്ക് കുറേ അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഞാൻ ഉടമ്പടി എടുത്ത് ഈ നടക്കാണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിന്ന് കരയും. ഒത്തിരി പ്രാവശ്യം എനിക്ക് ഒരു ഹാർട്ട് ഇതുപോലെ എനിക്ക് തിരിയിൽ തെളിഞ്ഞു വരും. അതിൽ മെഴുകുതി ഉരുകി തിരിഞ്ഞാലും സൈഡിൽ മാതാവ് തെളിഞ്ഞ് നിൽക്കും. മാതാവ് വന്ന് നിൽക്കണ പോലെ ക്യാൻഡിൽ ഇങ്ങനെ ഉരുകാണ്ട് അതിൻ്റെ അകത്ത് നിൽക്കണതൊക്കെ ആയിട്ട് ഞാൻ പല പ്രാവശ്യം കണ്ടു. അപ്പോൾ എനിക്കത് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്, നീ കുഴപ്പമില്ല, നീ പേടിക്കും. ഞാൻ കിടന്ന് പേടിക്കലുള്ളൂ. മാതാവ് ഒരു പ്രശ്നവും എനിക്ക് വേണ്ടി വരില്ല. എനിക്ക് ചുറ്റിനൊരു രക്ഷാവലയം വിരിച്ചു വച്ചേക്കണമല്ല. ഇന്നവരെ എനിക്കൊരു കുഴപ്പവും തോന്നിയിട്ടില്ല. ഇത്ര നാളായിട്ട് എനിക്കൊരു പ്രശ്നവും വന്നിട്ടില്ല. ഞാൻ കിടന്ന് പേടിക്കുകയുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഇനി എന്നാവണം ഞാൻ പേടിക്കണുള്ളൂ. പക്ഷേ ഇന്നേ വരെ ഒരു പ്രശ്നവും എന്നെ മേത്തോട്ട് തൊടാനോ ഒരു കാര്യങ്ങളോ. അതുപോലെ വണ്ടി ഓടിക്കുമ്പോൾ ചില ദിവസം രാത്രിയൊക്കെ വണ്ടി ഓടിക്കാറുണ്ട്. കണ്ണ് ഇവിടെ ധ്യാനത്തിന് വരുമ്പോഴാണ് ഞാൻ രാവിലെ എണീറ്റൊക്കെ പോരും. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് നല്ല ഉറക്കം വരും. ഞാൻ പറയും, ഞാൻ എപ്പോൾ വണ്ടി എടുത്താലും തൈലം തൊട്ട് കുരിശ് വരച്ചിട്ടാണ് ഞാൻ വണ്ടി എടുക്കണേ. അപ്പോൾ ഞാൻ മാതാവേ നോക്കിക്കോളണം, എനിക്ക് ഉറക്കം നോക്കിക്കോളണം എന്ന് പറയും.
ചില സമയത്ത് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഫ്രണ്ടിൽ കൂടെ വണ്ടി പോകണം. ഞാൻ അങ്ങനെയൊക്കെ എനിക്ക് സംഭവം ഉണ്ടായിട്ട് മാതാവ് ശരിക്കും വണ്ടി ഓടിക്കുന്നതിൽ കുറേ പ്രാവശ്യം എൻ്റെ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ എപ്പോൾ വണ്ടി എടുത്താലും കുരിശ് തൊട്ട് സ്റ്റിയറിംഗിൽ കുരിശ് തൊട്ട് തൈലം തൊട്ട് കുരിശ് തൊട്ടിട്ട് ഞാൻ വണ്ടി എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ VRS വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴൊക്കെ ഞാൻ കുരിശ് വെച്ചു എന്ത് ഇതിന് പോയാലും. അതുപോലെ എൻ്റെ വീട് വേറെ ഒന്ന് പറഞ്ഞാൽ എൻ്റെ സാമ്പത്തിക പ്രശ്നം എൻ്റെ വീട് വിൽക്കണം എന്നുണ്ടായിരുന്നു. ആ വീട് വിൽപ്പന ഞാൻ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ വീട് മേടിക്കാൻ വന്ന ആളെ കണ്ടപ്പോൾ ഞാൻ അവർക്ക് എൻ്റെ കയ്യിൽ തൈലം എടുത്ത് പറ്റിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് ക്ഷയിക്കാൻ കൊടുത്തത്. അദ്ദേഹത്തിന് ആ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ആ വീട് മേടിക്കും, നല്ലൊരു വീടായിരുന്നു, അദ്ദേഹം മേടിക്കും. എനിക്ക് നല്ല വിലയ്ക്ക് വിൽക്കാനൊക്കെ അത് സാധിച്ചു. അപ്പോൾ സമയത്തിൻ്റെ ഇടപെടലും മാതാവിൻ്റെ ഇടപെടലും കൊണ്ടാണ് എനിക്കതൊക്കെ സാക്ഷിയാവാനും പറ്റിയത്. മാതാവിനും ഈശോയ്ക്കും ഒത്തിരി 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 നന്ദി. ഇനിയും ഞാൻ സാക്ഷ്യം പറയും. ജീവിതകാലം മുഴുവൻ ഞാൻ ഈ ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ ഞാൻ ഈ മെയ് 27 ജർമ്മനിക്ക് പോവാണ്. എൻ്റെ വിസ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 27 മെയ് 27 ടിക്കറ്റ് വന്നേണേ. അതുപോലെ വിസ വന്നിട്ടുണ്ട്. വേറൊരു രസം എന്ന് പറഞ്ഞാൽ ഈ വിസ എടുത്ത് തന്ന എൻ്റെ ഫ്രണ്ട് ഏജൻസിയിലുണ്ടായിരുന്നെ അവനിന്ന് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുവാണ്. അപ്പോൾ അവനും ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അവൻ്റെയും കുറേ കാര്യങ്ങളൊക്കെ നടക്കാണ്ടൊക്കെ ഇരുന്നായിരുന്നു. അവനും വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നുണ്ട്. അപ്പോൾ അവനും എല്ലാവർക്കും അതുപോലെ ഇവിടെയുള്ളവർക്കും മീഡിയയിലുള്ളവർക്കും അച്ഛനും ജോസഫ് അച്ഛനും സിസ്റ്റേഴ്സിനും ബാക്കിയുള്ള ഇവിടെയുള്ള സ്റ്റാഫിനും എല്ലാവർക്കും ദൈവത്തിൻ്റെ സഹകരണം ഉണ്ടാവട്ടെ, മാതാവിൻ്റെ ഇടപെടലുണ്ടാവട്ടെ എന്നും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. ഞാൻ അവളെ വശീകരിച്ച് വിജനദേശത്തേക്ക് കൊണ്ടുവരും, അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും, അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും, ആഖോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. ഇന്ന് വിഷ്ണു രവി ആർമി ജോലിയിൽ നിന്ന് ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്ത് 32 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഈ അൾത്താരയിൽ, അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ദൈവത്തെ വാതോരാതെ വാഴ്ത്തിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ഇന്ന് ഈ അൾത്താരയിൽ ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു നൈവേദ്യമായിട്ട് തനിക്ക് സമർപ്പിക്കുവാൻ കഴിഞ്ഞത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞു. വിഷ്ണുവിന് യാതൊരു സംശയവുമില്ല, ഇനിയുള്ള എൻ്റെ ജീവിതം മുഴുവനും യേശുക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ഈ ഒരു ആസ്തിഭദ്രതയുള്ള കൃപാസനത്തിൽ ഇവിടെ ജോസഫ് അച്ഛൻ നമുക്ക് പ്രാർത്ഥനയിലൂടെയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ജീവിതത്തിലൂടെയും ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെയുമൊക്കെ നേടിത്തന്ന ഒരാസ്തിഭദ്രതയുണ്ട്. അതോടൊപ്പം തന്നെ അഖണ്ഡ ജപമാല റാലികൾ, എത്രയോ ദശലക്ഷം പേര് പങ്കെടുക്കുന്ന ജപമാല റാലികൾ, ഇവിടെ വന്ന് ഓരോ ദിവസവും പ്രാർത്ഥിച്ചു പോകുന്ന ജപമാലകൾ, ഇവിടെ അർപ്പിക്കുന്ന ദിവ്യബലികൾ, ആരാധനകൾ, ഇതോടൊക്കെ ചേർത്താണ് ഇന്ന് വിഷ്ണുവും ഇവിടെ വന്നു നിന്ന് സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ ഒരു സാക്ഷ്യവും പങ്കുവയ്ക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഹോസിയ പ്രവാചകനിലൂടെ ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന വചനം, വിഷ്ണുവിനെ വശീകരിച്ച് കർത്താവ് ഇവിടെ കൊണ്ടുവന്നതാണ്. വിഷ്ണു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സാക്ഷ്യങ്ങൾ കാണുമ്പോൾ വിഷ്ണുവിന് കാശ്മീരിൽ ഇരിക്കപ്പുറതിയില്ല, പെട്ടെന്ന് വരണം, ഉടമ്പടി എടുക്കണം. വിഷ്ണു അതിന് പലതരത്തിലുള്ള ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. വിഷ്ണു പ്രത്യേകമായി തൻ്റെ ഭക്ഷണത്തിൽ അതിനനുസരിച്ചുള്ള ഒരു നിബന്ധനകളൊക്കെ, ഭക്ഷണം തനിക്ക് പലതും ഇഷ്ടപ്പെട്ടത് വേണ്ടാന്ന് വയ്ക്കുന്നു. അതുപോലെ അമ്മയോട് പറയുന്നു, അമ്മേ എനിക്ക് പെട്ടെന്ന് ലീവ് കിട്ടണം, ലീവ് കിട്ടിയാൽ ഞാൻ കോതമംഗലത്ത് നിന്ന് നടന്നു വന്ന് ഉടമ്പടി എടുക്കും. വിഷ്ണു അത് പാലിച്ചു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ തിരുവചനം അരുളി ചെയ്യുന്നുണ്ട്, 5-ാം തിരുവചനം, സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? ഈ വിശേഷവിധിയായ ഒരു പ്രവർത്തനമാണ് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലുണ്ടായത്. കോതമംഗലത്ത് നിന്ന് നടന്നു വന്ന് ഉടമ്പടി എടുക്കുക. ഇത് വിഷ്ണുവാണ് പറയുന്നതെങ്കിൽ ഇതിനു മുമ്പ് സിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുള്ള ഒത്തിരിയേറെ സാക്ഷ്യങ്ങളുണ്ട്. തങ്ങളുടെ പ്രദേശത്ത് നിന്ന് നടന്നു വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്ന ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങൾ. അങ്ങനെ വിഷ്ണു തൻ്റെ വാക്ക് പാലിക്കുന്നു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. വീണ്ടും ആ മകൻ ചെയ്ത ഓരോ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ വിഷ്ണുവിൻ്റെ കൂടെ എങ്ങനെയാണ് കർത്താവ് സഞ്ചരിച്ചത്, അമ്മയെ എങ്ങനെയാണ് വിഷ്ണു പ്രിയപ്പെട്ട അമ്മയായി കരുതിയപ്പോൾ തൻ്റെ പെറ്റമ്മയേക്കാൾ
സ്വർഗീയ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ ആ അമ്മ ഈശോയെ കൊടുക്കുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ, മോനെ വിഷ്ണുവിൻ്റെ ജീവിതം നോക്കിക്കേ, അവനിതില്ല കേട്ടോ. അങ്ങനെ ഓരോന്നും VRSന് പോകുമ്പോൾ അവിടെ ഓഫീസേഴ്സ് മാറുന്നു. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോകുമ്പോൾ ഈ ചെറുപ്പക്കാരൻ അതൊക്കെയാണ് അനുഭവിക്കുക. കമാൻഡർ മാറുന്നു. അങ്ങനെ തനിക്ക് അവിടെ VRS കിട്ടുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് അമ്മ. അമ്മ നമുക്ക് മുമ്പേ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വിഷ്ണു ഇവിടെ പറഞ്ഞതുപോലെ യെശയ്യാ 45:2-3 എല്ലാ ബന്ധനങ്ങളും എല്ലാ തടസ്സങ്ങളും അവിടെ മാറുകയാണ്. അങ്ങനെ വിഷ്ണു ഇന്ന് സന്തോഷവാനായിട്ട് നിൽക്കുന്നു. വീണ്ടും കൃപാസന പത്രം കൊടുത്ത ആ ത്യാഗം, തൻ്റെ ബാഗ് നിറയെ പത്രവും വാങ്ങിച്ച് ഈ ചെറുപ്പക്കാരൻ നടന്നു. അങ്ങനെ നടന്ന് പത്രം കൊടുക്കുകയാണ്. നടന്ന് പറഞ്ഞു കൊടുക്കുന്നു കോതമംഗലം വരെ. വീണ്ടും താൻ പത്രം കൊടുത്തപ്പോൾ മറ്റുള്ളവർക്കുണ്ടായ അനുഭവങ്ങൾ, ഈശോയും അമ്മയും എങ്ങനെ തനിക്ക് പ്രത്യക്ഷപ്പെടുന്നു, താൻ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ തനിക്ക് ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകുന്നു, ഇതൊക്കെ സ്വപ്നമൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. ഇത് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ നടന്നത്. ഇന്ന് വിഷ്ണുവാണെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ പേര് പറഞ്ഞു കഴിഞ്ഞ സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും അതിശയോക്തിയല്ല. ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു ജീവിതമാണ്, ദൈവത്തോടൊത്തുള്ള ജീവിതം. ആ ജീവിതത്തിന് നാം വില കൊടുക്കുമ്പോൾ ദൈവം നമ്മെ തേടി വരും, നമ്മുടെ കൂടെ നടക്കും, തടസ്സങ്ങളൊക്കെ നമുക്ക് മാറ്റിത്തരും. അങ്ങനെ ദൈവത്താൽ വശീകരിക്കപ്പെട്ട് ഈ കൃപാസന അൾത്താരയിലേക്ക് വന്ന് ഇവിടെ പ്രേക്ഷിത ശുശ്രൂഷ ചെയ്ത് ഇന്ന് മെയ് 7 താൻ പറഞ്ഞതുപോലെ തന്നെ അമ്മ ഈ മകന് അവസരം കൊടുത്തു സാക്ഷ്യം പറയുവാനായിട്ട്. 27 ഈ മകൻ ഇവിടുന്ന് ജർമ്മനിയിലേക്ക് പോവുകയാണ്. എല്ലാറ്റിൻ്റെയും തടസ്സങ്ങൾ മാറി, വാതിലുകൾ തുറന്നു. ഈ ഉടമ്പടിയുടെ വാതായനങ്ങൾ നമുക്ക് മുമ്പിലും തുറന്നു കിടപ്പുണ്ട്. നാമും ഒന്ന് മനസ്സ് വയ്ക്കണം. ഉടമ്പടി എടുത്താൽ മാത്രം പോരാ, ഉടമ്പടി ജീവിക്കണം. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.